ഹലോ എവരി വൺ. ഇത് നിഫ്റ്റിയുടെ ഒരു ചാർട്ടാണ്. ഇത് നമ്മൾ 2020 മുതൽ കറണ്ട് മന്ത് വരെയുള്ള ഒരു ചാർട്ടാണ് ഞാൻ എടുത്തേക്കുന്നത്. നമ്മളിതിൽ നോക്കുമ്പം നിഫ്റ്റി 2020 മുതൽ 2021 വരെയും ഒരു നല്ലൊരു റാലി ചെയ്തു. അത് കഴിഞ്ഞിട്ട് ഒക്ടോബർ 2021 മുതൽ മെയ് 2023 വരെ നിഫ്റ്റി സൈഡ് വേവ്സിലാണ് പോയേക്കുന്നത്, സൈഡിലോട്ടാണ്. അത് കഴിഞ്ഞിട്ട് വീണ്ടും നിഫ്റ്റി മെയ് 2023 മുതൽ സെപ്റ്റംബർ 2024 വരെയും നല്ലൊരു റാലി നടത്തി. ഓക്കെ, ഒരിക്കലും ഷെയർ മാർക്കറ്റ് ഒരേ സൈഡിലോട്ട് ഒരിക്കലും പോകാറില്ല. മാർക്കറ്റ് കറക്റ്റ് ചെയ്യും. കറക്റ്റ് ചെയ്യുന്നതിൻ്റെ വൺ ഓഫ് ദ റീസണ് പ്രോഫിറ്റ് നല്ലതായിട്ട് എടുത്ത ആളുകളൊക്കെ ഇറങ്ങിപ്പോകുകയും പുതിയ ഇൻവെസ്റ്റേഴ്സ് കടന്നു വരികയും ചെയ്യുന്ന ഒരു പീരീഡിലാണ് സൈഡ് വേസ് പോകുന്നത്. ഓക്കെ, അതിന് പല റീസൺസും ഉണ്ട്. ഞാനിപ്പം നമ്മുടെ എല്ലാവരുടെയും അണ്ടർസ്റ്റാൻഡിങ്ങിന് വേണ്ടിയാണ് ഞാൻ ഇങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഓക്കെ, നമ്മളിനി ആ ചാർട്ട് നിങ്ങൾ തുറന്നിട്ട് ആ ചാർട്ട് നല്ലതായിട്ട് ഓപ്പൺ ചെയ്തിട്ട് നിങ്ങളത് നോക്കാമെങ്കിൽ ജാൻ 2020 നമ്മുടെ കൂട്ടൊരാൾ ആദ്യമായിട്ട് ഷെയർ മാർക്കറ്റിൽ വരുന്നു, കുറച്ച് പൈസ ഇൻവെസ്റ്റ് ചെയ്യുന്നു. ഓൾ ഓഫ് എ സഡൻ മാർക്കറ്റ് താഴേക്ക് പോകുന്നു. മാർക്കറ്റ് നല്ലൊരു കറക്ഷൻ ജാൻ 2020 മാർക്കറ്റിൽ കറക്ഷൻ വരുന്നു. ആ കറക്ഷൻ മാർച്ച് 2020 വരെയും അത് അങ്ങനെ ആ കറക്ഷനിൽ കൂടെ മാർക്കറ്റ് പോവുകയായിരുന്നു. അപ്പം പുതിയതായിട്ടൊരാൾ വരുന്ന ആൾക്ക് പെട്ടെന്ന് അല്ലെങ്കിൽ അതിന് പുറമോട്ട് ജനുവരി 2020 പുറമോട്ട് ഒരു 5-6 മാസം എടുത്തിട്ട് ആ സമയത്ത് ഇൻവെസ്റ്റ് ചെയ്ത ആൾക്കാരുടെ എല്ലാം പൈസ പെട്ടെന്ന് അവരുടെ പോർട്ട്ഫോളിയോ നെഗറ്റീവിലേക്ക് പോകും. കാരണം മാർക്കറ്റ് കണ്ടമാനം കറക്റ്റ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് മാർച്ച് 2020 ആയപ്പോഴത്തേക്ക് മാർക്കറ്റ് ബോട്ടം പിടിച്ചു. ബോട്ടത്തിൽ നിന്ന് ഒരു റാലി ചെയ്യാൻ തുടങ്ങി. അങ്ങനെ ഒക്ടോബർ 2021 വരെയും നല്ല സൂപ്പർ ഒരു റാലി മാർക്കറ്റ് നമുക്ക് തന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ മാർക്കറ്റ് സ്റ്റെബിലൈസ് ആകണം. ഒരു ഭയങ്കരമായിട്ടൊരു റാലി കഴിഞ്ഞു. മാർക്കറ്റ് ഒരു വർഷം ഓൾമോസ്റ്റ് 1.5 വർഷത്തോളം മാർക്കറ്റ് സൈഡ് വേസിലേക്ക് പോയി. ഈ സമയത്ത് ഈ 2020 കയറിയ ആളുകളും അതേപോലെ തന്നെ അതിന് മുമ്പ് കയറിയ ആളുകൾക്കൊക്കെ വേണമെങ്കിൽ അവർക്ക് പ്രോഫിറ്റ് ബുക്ക് ചെയ്തിട്ട് മാറി നിൽക്കാം, അല്ലെങ്കിൽ അവർക്ക് പ്രോഫിറ്റ് എടുത്തിട്ട് വേറെ ഷെയറുകളിൽ റീഇൻവെസ്റ്റ് ചെയ്യാം. ഇങ്ങനെയുള്ള ഒരു ബാലൻസിങ് നടക്കുന്നൊരു പീരീഡായിരുന്നു 2021 മുതൽ 2023 വരെ. ഞാനും ഷെയർ മാർക്കറ്റിലെ ഫുൾ സ്കെയിലിൽ ഇറങ്ങിയ വർഷമാണ് 2023. അതുകൊണ്ട് 2023 മുതൽ 2024 വരെയും എനിക്ക് ഓൾമോസ്റ്റ് എനിക്കൊരു എൻ്റെ ക്യാപിറ്റൽ ഡബിൾ ചെയ്യാൻ പറ്റിയ ഒരു പീരിയഡായിരുന്നു അത്. 2023 മെയ് മുതൽ സെപ്റ്റംബർ 2024 വരെയുള്ള റാലിയിൽ എനിക്കെൻ്റെ ക്യാപിറ്റൽ ഡബിൾ ചെയ്യാൻ പറ്റി. ഇപ്പം മാർക്കറ്റ് ഒരു ഫോള് കഴിഞ്ഞിട്ട് വീണ്ടും റിക്കവർ ചെയ്യാൻ പോകുന്നൊരു സമയമാണ്. സെപ്റ്റംബർ 2024 മാർക്കറ്റ് ഒരു കറക്ഷനിൽ കൂടെ പോയി. അത് ആ കറക്ഷൻ ഫെബ്രുവരി 2025 വരെ നീണ്ടു നിന്ന ഒരു കറക്ഷനാണ്. അത് കഴിഞ്ഞിട്ടിപ്പം മാർക്കറ്റ് വീണ്ടും റിക്കവർ ചെയ്യാൻ പോവാണ്. അപ്പോൾ ഇവിടെ ഇപ്പോൾ പുതിയതായിട്ടൊരാൾ സെപ്റ്റംബറിൽ ബിറ്റ്വീൻ ആ കാലഘട്ടത്തിൽ, അതായത് ഒക്ടോബർ, നവംബർ, ഡിസംബർ അതേ സമയത്ത് ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബറിൽ ഈ കാലഘട്ടത്തിൽ 2024 മാർക്കറ്റിൽ വരുന്ന ഒരാൾ കുറേ പേഷ്യൻ്റ്ലി നമുക്ക് കടന്നു പോകേണ്ട ഒരു സമയമാണ്. കാരണം എന്ന് വെച്ചാൽ മാർക്കറ്റ് ഫോൾ ചെയ്തു, പോർട്ട്ഫോളിയോ എല്ലാം നെഗറ്റീവിലാണ്. എനിക്കറിയാവുന്ന ആളുകളൊക്കെ ഉണ്ട്, അവരുടെ പോർട്ട്ഫോളിയോ എല്ലാം നെഗറ്റീവിലാണ്. കാരണം ആ പീക്കിൽ വന്ന സമയത്താണ് മാർക്കറ്റിൽ അവർ കയറിയത്. പക്ഷേ
നത്തിങ് ടു വറി. നമ്മൾ ഈ ഒക്ടോബർ 2021 തൊട്ട് മെയ് 2023 വരെയും ഹോൾഡിംഗ് പീരീഡ് കണ്ടില്ലേ? ടെസ്റ്റിംഗ് പേജ് നമ്മുടെ പേഷ്യൻസിനെ ടെസ്റ്റ് ചെയ്യുന്നൊരു സമയമാണ്. ആ സമയത്ത് നമ്മൾ ലോസ് ബുക്ക് ചെയ്ത് മാർക്കറ്റിൽ നിന്ന് വിട്ടുമാറല്. നമ്മൾ പേഷ്യൻ്റ്ലി മാർക്കറ്റിൽ ഹോൾഡ് ചെയ്യണം. നിഫ്റ്റി എപ്പോഴും ഗ്രോ ചെയ്യത്തുള്ളൂ. ഇന്ത്യൻ എക്കണോമി ഈസ് ഗ്രോയിങ്, ഫാസ്റ്റസ്റ്റ് ഗ്രോയിങ് എക്കണോമിയാണ്. അതുകൊണ്ട് നിങ്ങളാരും ലോസ് ബുക്ക് ചെയ്ത് നിങ്ങളെ മാർക്കറ്റിൽ നിന്ന് എക്സിറ്റ് അടിക്കല്ലേ. മാർക്കറ്റ് വിൽ ഗ്രോ. നമ്മുടെ ക്യാപിറ്റലിനെ മാർക്കറ്റ് നമുക്ക് ഡബിൾ ചെയ്ത് തരും. അതിനൊരു എക്സാമ്പിളാണ് ഞാനിപ്പം ഇങ്ങനെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് നിങ്ങൾക്ക് അയച്ചിരിക്കുന്നത്. സോ ബി പേഷ്യൻസ്. ഇൻവെസ്റ്റ് ചെയ്ത് എല്ലാവരും ബി പേഷ്യൻ്റ്ലി വെയിറ്റ് ചെയ്യണം. മേ ബി മാർക്കറ്റ് ഒരു വർഷം സൈഡ് വേസ് പോകുമായിരിക്കും. നിങ്ങളുടെ പോർട്ട്ഫോളിയോ നെഗറ്റീവ് ആയിരിക്കും. നത്തിങ് ടു വറി. മാർക്കറ്റ് വിൽ ഗോ ഹയർ ആൻഡ് ഹയർ. ഓക്കെ. ഇന്ന് നിഫ്റ്റി 25,100 നിൽക്കുന്നു. അത് വിത്തിൻ ഫ്യൂ മന്ത്സിനകത്ത് അത് 26,000 വരും. പിന്നെ 30,000 ആവും. ആ സമയത്ത് നമ്മുടെ നല്ല ഷെയറുകളിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഷെയറുകളെല്ലാം നമുക്ക് നല്ല റിട്ടേൺ തരും. സോ ബി പേഷ്യൻസ്. നിങ്ങൾ എന്ത് പറയുന്നത്, ഇടയ്ക്ക് വെച്ചിട്ട് എറിഞ്ഞിട്ട് പോവുകയാണെങ്കിൽ യു ആർ ദ ലൂസേഴ്സ്. ഓക്കെ, അത്രയും എനിക്ക് പറയാനുള്ളൂ. യു ആർ ദ ലൂസേഴ്സ്. അതുകൊണ്ട് ഹോൾഡ് ഓൺ. ഇതിന് ഇടയ്ക്ക് പോയി എൻ്റെ ഷെയർ എന്തുവായി എന്ന് നോക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ ഗ്രൂപ്പിൽ വരുന്ന അപ്ഡേറ്റൊക്കെ കാണുക. എല്ലാ ദിവസവും നമ്മൾ റിപ്പോർട്ട് അയക്കുന്നത് അതും വായിക്കുക. മോസ്റ്റ് ഓഫ് ദ ഷെയർസ് നമ്മൾ റിപ്പോർട്ടിനകത്ത് മെൻഷൻ ചെയ്യുന്നതെല്ലാം നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത ഷെയറിനെ കുറിച്ചുള്ളതായിരിക്കും. ഓക്കെ, അതുകൊണ്ട് റിപ്പോർട്ട്സൊക്കെ വായിക്കുക. നിങ്ങൾ സ്വന്തമായിട്ട് നിങ്ങളും മാർക്കറ്റ് അപ്ഡേറ്റ് എടുക്കുക. ഓക്കെ. എനിത്തിങ് അൺയൂഷ്വലായിട്ട് എന്തെങ്കിലും സംഭവിക്കുന്നുണ്ടെങ്കിൽ അത് നമ്മുടെ ഡെയിലി ബുള്ളറ്റിനിലോ അല്ലെങ്കിൽ വാട്സപ്പ് ഗ്രൂപ്പിലോ എവിടെയെങ്കിലും അത് മെൻഷൻ ചെയ്യുന്നതായിരിക്കും. സോ നത്തിങ് ടു വറി. ബി പേഷ്യൻസ്. ഓക്കെ, ഹോൾഡ് ഓൺ. നമ്മുടെ എല്ലാവരുടെയും ക്യാപിറ്റൽ വീണ്ടും ഡബിൾ ചെയ്യും. ഓക്കെ, ആൻഡ് എൻജോയ്. താങ്ക് യു.